പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ 4ാമത്തെ ആഴ്ചയിലാണ് ഇന്ന് കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ന് തൽക്കാലം നിർത്താൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, പെരുന്നാളിനൊരു മാസമില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട്, ഹജ്ജ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ സൂചിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് തുടരാം. ഈ വിഷയം ധാരാളം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ പറഞ്ഞു, സമാധാനമുള്ള സക്കീനത്തുള്ള ഭവനത്തിനാണ് വീടെന്ന് പറയുക. എല്ലാവർക്കും ആവശ്യം എന്താ? ഒരു സ്വസ്ഥത, ഒരു മനസ്സമാധാനം തരുമോ? ഞാൻ കുറച്ച് നേരം ഒന്നും ഇവിടെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ, നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം നിങ്ങൾ തരുമോ? എല്ലാവർക്കും വേണ്ടത് അതാണ്, സമാധാനം. എവിടുന്ന് കിട്ടും സമാധാനം എന്നറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹനെ ഓർക്കൽ കൊണ്ടാ സമാധാനം കിട്ടുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലിയിരിക്കലും മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒരാൾ സ്മരിക്കുകയാണെങ്കിൽ, അത് പാലിക്കുകയാണെങ്കിൽ സമാധാനം ഇങ്ങനെ ഇറങ്ങി വരും. അതില്ലാത്ത വീടാണെങ്കിൽ അത് വെറുമൊരു കെട്ടിടമാണ്. നമ്മൾ സൂചിപ്പിച്ചു അക്കാര്യമൊക്കെ. അതൊരു വെറും ഒരു ബിൽഡിംഗ് മാത്രമാണ്. അവിടെ സമാധാനം ഉണ്ടാകണം. അതിന് നമ്മളായിട്ടുണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കുന്നത് നമ്മളാണ്. നമ്മൾ ശ്രമിച്ചാൽ പടച്ചോൻ സമാധാനം തരും. നമ്മുടെ വീഴ്ച കൊണ്ടും പാളിച്ച കൊണ്ടും അശ്രദ്ധ കൊണ്ടുമാണ് പലപ്പോഴും സമാധാനം ഇല്ലാതാകുന്നത്. അതിനെവിടെയാണ് തകരാറ്, എവിടെയാണ് പരിഹരിക്കേണ്ടത് എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ തീരുമാനിച്ചാൽ റഹ്മാനായ റബ്ബ് അവിടെ സമാധാനം ഇറക്കിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇണകളിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. വളരെ ചുരുക്കി മാത്രം പറയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബത്തിലെ 2 വിഭാഗമാണ്. ഒന്ന് മാതാപിതാക്കൾ, മറ്റൊന്ന് മക്കൾ. മാതാപിതാക്കളും മക്കളും ഇത് ഒരു ഭാഗം മാത്രം അല്ല നമ്മൾ കേൾക്കേണ്ടത്. മക്കളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനും അതേ പ്രകാരം മാതാപിതാക്കൾ, ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. എത്രയോ മാതാപിതാക്കളോടുള്ള മര്യാദകൾ, ബാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ ശേഷം പിടിച്ചു വെച്ച ആളുകളുണ്ട്. എന്താ ഈ ഉത്തരവാദിത്വമൊന്നും മാതാപിതാക്കൾക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ന്യായമായ ചോദ്യമാണ്. നേരെ മറിച്ചും പറയുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ തയ്യാറാകണം, റെഡിയാകണം. അത്തരത്തിലുള്ള മക്കൾ മാതാപിതാക്കളെ നന്നായി നോക്കിക്കോളും. എത്ര കുട്ടികളുടെ സ്വപ്നങ്ങളാണെന്നറിയോ ചില മാതാപിതാക്കൾ കെടുത്തിക്കളഞ്ഞത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനിപ്പോൾ പോലീസിലാണ്, തർക്കടില്ലാത്ത ഒരു തസ്തികയിലാണ് ഉള്ളത്. അവൻ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. അവൻ ഈ സയൻറ്റിസ്റ്റ് ആകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവന് ചെറുപ്പത്തിലെ നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ അവൻ നടത്തുമായിരുന്നു. വാപ്പ വേറൊരു പ്രകൃതക്കാരനായിരുന്നു. അയാളത് കണ്ട കൈ എടുത്ത് വലിച്ചെറിയും, പൊട്ടിച്ചു കളയും, ഇവനെ ചീത്ത പറയും. അങ്ങനെ നിരന്തരമായി ഇവനെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും ചീത്ത പറഞ്ഞും മിടുക്കനായ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളെ മുഴുവനും തല്ലിക്കെടുത്തിയ ഒരു വാപ്പ. കുറച്ച് കാലമായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. അന്നവൻ പറയുമായിരുന്നു, എൻ്റെ വാപ്പയോട് എനിക്ക് തീർത്താ തീരാത്ത വെറുപ്പാണ്. എൻ്റെ വാപ്പയാണ് എൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും നശിപ്പിച്ചത് എന്ന് പറയുന്ന മക്കളുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ടാകാം. അതുകൊണ്ട് മക്കൾ എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു, അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ്. എന്താ ഈ അലങ്കാരം എന്ന് പറഞ്ഞാൽ? ഖുർആന്റെ വളരെ മനോഹരമായ പ്രയോഗമാണെന്ന്. മക്കളെയും സമ്പത്തിനെയും സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് സീനത്ത് എന്നാണ്, അലങ്കാരം എന്ന്, ഡെക്കറേഷൻ എന്നാണ്.
ഈ ഡെക്കറേഷന് ദീർഘായുസൊന്നുമില്ല. ഒരു കല്യാണത്തിനോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡെക്കറേഷൻ ചെയ്താൽ എത്ര നാൾ നിൽക്കും? അതുപോലെ ഉള്ള ജീവിതത്തിൽ മക്കള്, സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. അതുകൊണ്ട് സമ്പത്തും സന്താനങ്ങളും ഉണ്ടായാൽ അലങ്കരിക്കപ്പെട്ട ഒരു ഹാള് പോലെയാണ് നമ്മുടെ വീടുകൾ. മക്കളുണ്ടാകണം, സമ്പത്തുണ്ടാകണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരന്മാർ, സഹോദരിമാരുണ്ട്. റഹ്മാനായ റബ്ബേ, ആ വിധത്തിൽ ആരെങ്കിലും ഈ പള്ളിയിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മക്കള് നമുക്ക് അമാനത്താണ്. ചില ആളുകൾ വിചാരിച്ചാൽ എന്താ അറിയോ, എൻ്റെ കുട്ടികളല്ലേ, എനിക്ക് തോന്നിയ പോലെ വളർത്താമെന്നാ. മക്കൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ ഏൽപ്പിക്കുന്ന അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് മുതൽ അത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണോ ഏൽപ്പിച്ചത് അയാളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. മക്കളെ നമ്മുടെ ഇഷ്ടത്തിനല്ല വളർത്തേണ്ടത്. റബ്ബ് തന്ന അമാനത്താണ്. ആ റബ്ബ് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് മക്കളെ വളർത്താൻ ഓരോ മാതാവും പിതാവും തയ്യാറാകണം. എൻ്റെ പ്രിയപ്പെട്ട മുതിർന്ന സഹോദരങ്ങളോട് ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ മക്കൾ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെപ്പോലെയല്ല. നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോയിരുന്നൊരു കാലമുണ്ടല്ലോ, ആ കാലമല്ല ഇന്ന്. ആ കണ്ണോടുകൂടി അവരെ സമീപിക്കരുത്. അവർ പുതിയൊരു ലോകത്താണ്. പ്രത്യേകിച്ച് ജൻസി കാലഘട്ടം, ആൽഫ കാലഘട്ടം, ബീറ്റ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതുപോലും അറിയാത്ത മാതാപിതാക്കളുണ്ട് എന്നത് സങ്കടകരമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം ഉള്ള ഒരു പുതിയ തലമുറ ജീവിത രീതിയൊക്കെ വല്ലാതെ മാറിപ്പോയി. കൊറോണയ്ക്ക് ശേഷം നമ്മളിപ്പോഴും പഴയ കാലത്ത് സ്കൂളിൽ എങ്ങനെയാ നമ്മൾ പോയിരുന്നത്, അതേ രീതിയിലാണ് കുട്ടികളെ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ നമ്മളെപ്പോലെയല്ല. തീർത്തും വ്യത്യസ്തമായ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്താണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിച്ചു വേണം. കാരണം നമ്മൾ വളർന്ന ചുറ്റുപാട് അവർക്ക് അറിയില്ല. നമ്മുടെ ചെറുപ്പം എങ്ങനെയാണ് എന്നവർക്ക് അറിയില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ അവരുടെ ചെറുപ്പം നമുക്കറിയാം. അതുകൊണ്ട് ആ കുട്ടികളുടെ ചുറ്റുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, മാ ഹഖ്ഖു ബനി ഹാദാ, അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഈ മോനോട് ഈ മകന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒരു മകൾക്ക് വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. അത് കിട്ടിയേ പറ്റൂ. എന്താണ് നബിയെ ഈ മകന്റെ അവകാശങ്ങൾ എന്താണ്? അങ്ങൊന്ന് പറഞ്ഞാലും. അള്ളാഹിന്റെ റസൂല് ആ സ്വഹാബിയോട് പറഞ്ഞു, തുഹ്സിൻ ഇസ്മഹു വ അദബ. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവന്റെ പേരും പെരുമാറ്റവും നന്നാക്കണം. പേര് നന്നാക്കണം. എത്രയോ മക്കൾ, ഇത് ചെറിയൊരു സൂചന മാത്രമാണ് ഞാൻ നൽകുന്നത്, പേരങ്ങണ്ട് നല്ല പേരായി പോയില്ല. അന്തസ്സോടുകൂടി പേര് ചോദിച്ചാൽ, നിന്റെ പേരെന്ന് ചോദിച്ചാൽ പേര് പറയാൻ വഷളുള്ള മക്കൾ ആരാ ഉത്തരവാദി? മാതാപിതാക്കളാണ്. എന്തെങ്കിലും അക്ഷരങ്ങൾ, 4 അക്ഷരങ്ങൾ കൂട്ടി ചേർത്ത് എവിടെ നിന്നെങ്കിലും ഒരു പേര് കണ്ടുപിടിച്ചാൽ പോരാ. പറയാൻ ചന്തമുള്ള, കേൾക്കാൻ ചന്തമുള്ള, നല്ല മീനിങ് ഉള്ള കിടിലൻ പേര് തന്നെ മക്കൾക്ക് ഇട്ടുകൊടുക്കണം. തുഹ്സിൻ ഇസ്മ, അവന്റെ പേര് നന്നാക്കണം. വ അദബ, പേര് മാത്രമല്ല പെരുമാറ്റം നന്നാക്കണം. മക്കളെ അദബ് പഠിപ്പിക്കേണ്ടത് ആരാ? മദ്രസയിലാണോ? മദ്രസയിൽ പഠിപ്പിക്കും, സ്കൂളിലും പഠിപ്പിക്കും. പക്ഷേ വീട്ടിൽ നിന്നാണ് കുട്ടികളെ ബാലപാഠങ്ങൾ, ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് ഉമ്മയും ഉപ്പയുമാണ്. അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി എടുത്തതിന് ശേഷം കല്യാണത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. ഇപ്പം എല്ലാവർക്കും ജോലി വേണം, ജോലി കിട്ടിയിട്ട് വേണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. നല്ലതൊക്കെ തന്നെയാണ്, ഞാൻ അതിനെ വിമർശിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിലപ്പുറം നല്ല ഉമ്മയാകാം എന്നെങ്ങനെ പഠിച്ചിട്ട് പോരെ കല്യാണം? എങ്ങനെ നല്ല ഒരു ഉപ്പയാകാം? ഇതൊന്നും അറിയാതെ കുട്ടികളുണ്ടാകും. കുട്ടികൾ എങ്ങനെ വളർത്തണം അറിയില്ല. കുട്ടികളുടെ പെരുമാറ്റം നന്നാക്കേണ്ടത് മാതാപിതാക്കളാണ്. മൂന്നാമത് റസൂല് പറഞ്ഞു, വല്ലഅഹു മൗളിഅൻ ഹസന, നല്ല സ്ഥലത്ത് അവരെ താമസിപ്പിക്കണം.
എവിടെയാ നിന്റെ കുട്ടി ജീവിക്കുന്നത്? നിന്റെ ബന്ധുവീട്ടിലാണോ? ഏത് ഹോസ്റ്റലിലാണ്? ഏത് കോളേജിലാണ്? ഏത് ചുറ്റുപാടിലാണ്? ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ അവന്റെ ചുറ്റുപാട് വളരെ പ്രധാനമാണ്. ചുറ്റുപാട് മോശമായാൽ ആ മോശപ്പെട്ട ചുറ്റുപാടിൽ വളർന്നു വരുന്ന കുട്ടിയിൽ ആ ഗുണങ്ങളെ കാണൂ. അതുകൊണ്ട് കുട്ടികൾ, എൻ്റെ കുട്ടി എവിടെയാണ് താമസിക്കുന്നത്, ഏത് ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, ഏത് കോളേജിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അവൻ പഠിക്കുന്ന മദ്രസ ഏതാണ്, ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കണം? വാപ്പയും ഉമ്മയും പറയണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ പേരിൽ ഉള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ലുഖ്മാൻ. ആ സൂറത്തിലെ മക്കളോടുള്ള ചില ബാധ്യതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകനോട് പറയുന്ന കാര്യമാണ്. അതിനിടയിൽ തന്നെയാണ് മാതാപിതാക്കളോടുള്ള ബാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ രണ്ടും ഇന്ന് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ഹ്രസ്വമായി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയാ, യാ ബുനയ്യ വഇദ ഖാല ലുഖ്മാനു ലിബ്നി. ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അറിയണം. വഹുവ യഅലുഹു, ആ വാപ്പ, ആ ഉപ്പ മകനോട് വഅല് പറഞ്ഞുകൊണ്ടിരിക്കെ. ആരാണ് വഅല് നടത്തുന്നത്? സ്വന്തം വാപ്പയാണ്. വഅല് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേജും മൈക്കൊന്നും വേണ്ട. സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, നിർദ്ദേശമാണ്, പ്രായത്തിനനുസരിച്ച്. കുറെ ഇങ്ങനെ ശാസനയല്ല കുട്ടികൾക്ക് വേണ്ടത്. അങ്ങനെ കുറെ കൽപ്പിക്കാനും ശാസിക്കാനും തീരുമാനിച്ചാൽ മക്കൾ വഴങ്ങാൻ പോണില്ല. ഇനി വഅല് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നും അർത്ഥം പറഞ്ഞുകൂടാ. കാരണം എന്താ അറിയോ? ഉപദേശം ആർക്കും ഇഷ്ടമില്ല. ആരാ എന്നെ ഉപദേശിക്കാൻ ആരും ആയിട്ടില്ല എന്ന് പറയാ. എനിക്കും ഇഷ്ടമല്ല, നിങ്ങൾക്കും ഇഷ്ടമല്ല ഉപദേശം. വഅല് യഥാർത്ഥത്തിൽ വേറെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വഅല് എന്ന് തന്നെ തൽക്കാലം നിൽക്കട്ടെ. അദ്ദേഹം മകനോട് വഅല് പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, ഉപ്പാടെ പൊന്നുമോനെ, ഉപ്പാടെ പുന്നാര മോനെ, ലാ തുശ്രിക് ബില്ലാ, നീ ശിർക്ക് ചെയ്യരുത് കേട്ടോ. നോക്ക്, മകന് കൊടുക്കുന്ന അദബ്, അച്ചടക്കം, പെരുമാറ്റ മര്യാദ ഒരു വാപ്പ പഠിപ്പിക്കുകയാണ്, മോനെ ശിർക്ക് ചെയ്യരുതെന്ന്. ചില ആളുകളൊക്കെ വിചാരിച്ചെന്താ അറിയോ? ഈ ശിർക്കിനെതിരെയുള്ള സംസാരം, ശിർക്കിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണെന്നാ. അത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അരോചകമാണ്. പരിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് പറയുന്ന സുന്നി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവാചകന്മാരോടൊക്കെ ശ്രദ്ധയിലുള്ള ആള്, ഞാൻ സുന്നിയാണ്, നിങ്ങളൊക്കെ സുന്നിയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന സുന്നി തന്റെ സുന്നിയായ മകനോടാ പറയുന്നത്, മോനെ ലാ തുശ്രിക് ബില്ലാ, നീ ശിർക്ക് ചെയ്യരുത് കേട്ടോ എന്ന്. ഇന്ന് അങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ദേഷ്യം വരും. അപ്പൊ പറയും അവർക്ക് വേറെ എന്തോ ഒരു മണമുണ്ടെന്ന്. നീ ശിർക്ക് ചെയ്യരുത്, ഇന്ന ശിർക ലദുൽമുൻ അളീം, കാരണം ശിർക്കാണ് ഏറ്റവും വലിയ പാപം എന്നിങ്ങനെ ചില ഉപദേശങ്ങൾ അദ്ദേഹം കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, മക്കൾക്ക് അദബ് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്, ഉമ്മയും ഉപ്പയുമാണ്. അതിന് അവർക്ക് വളരാൻ പാകപ്പെട്ട സാഹചര്യം ഉമ്മയും ഉപ്പയും ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അതോടൊപ്പം മാതാപിതാക്കൾ മക്കളോട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മക്കൾ മാതാപിതാക്കളോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ കാണാം, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ആ പ്രയോഗം നോക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്, പടച്ച തമ്പുരാന്റെ വിധിയാണ്, അള്ളാഹു നടത്തിയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. അങ്ങനെയല്ല പറഞ്ഞത്. കാളി എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജ് എന്നാ. അല്ലാഹു തആല ഇതാ ഒരു ജഡ്ജ്മെന്റ് നടത്തിയിരിക്കുന്നു. വഖളാ റബ്ബുക, എന്താണെന്നറിയോ? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവന് മാത്രമേ വഴിപ്പെടാവൂ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ ജഡ്ജ്മെന്റ്, തീരുമാനം. അള്ളാഹുവിന്റെ സൃഷ്ടികള് അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിക്ക് മുന്നിലും കുനിയാൻ പാടില്ല, അള്ളാഹ്ക്ക് മാത്രമേ വഴിപ്പെടാൻ പാടുള്ളൂ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. ഈ ചേർത്ത് പറഞ്ഞു നോക്ക് നിങ്ങൾ. അള്ളാഹുവിനുള്ള ഇബാദത്ത്, അള്ളാഹുവിന് വഴിപ്പെടുന്ന ഒരാൾ ജീവിതത്തിൽ പ്രഥമമായി ശ്രദ്ധിക്കേണ്ടത്
24 മണിക്കൂറും സുജൂദിൽ കിടന്നാൽ പോരാ, വലിയ താടിയും തലപ്പാവും വെച്ച് നടന്നാൽ പോരാ. അതൊക്കെ വേണം, താടി വേണം, പിന്നെ അതിൻ്റെ ഷിആറുകളും ചിഹ്നങ്ങളും എല്ലാം വേണം. ഇതെല്ലാം ഉണ്ടായിട്ട് മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാലോ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ മോനെ നീ വർത്തിക്കണം. നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. അത് കിട്ടണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം ചെയ്യണം. അങ്ങോട്ടുള്ളത് ആദ്യം കൊടുക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്. നിന്റെ മാതാപിതാക്കൾ നിന്റെ അടുത്ത് പ്രായം ചെന്നവരായിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വയസ്സായ ഉമ്മണ്ട്, ഉപ്പണ്ട്, ഇല്ലെങ്കിൽ രണ്ടുപേരുമുണ്ട്. വയസ്സായ ഉമ്മ, അവിടെ അങ്ങനെ തന്നെയാ പറഞ്ഞത്, പ്രായമുള്ള ഉമ്മ. അപ്പൊ ചെറുപ്പക്കാരായ ഉമ്മാനെ ഉപ്പാനെ എന്തുകൊണ്ട് പടച്ചോൻ പറഞ്ഞില്ല? പ്രായമുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യമാണ് ഈ പറയുന്നത്. അതിന് മുഫസ്സിറുകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ചെറുപ്പക്കാരായ ഉമ്മാനോടും വാപ്പാനോടും തട്ടിക്കയറിയാൻ പോയാൽ ചിലപ്പോൾ വിവരം അറിയും. അത് തട്ടിക്കയറേയില്ല, കാരണം അവർ കറവ പശുവാണ്. വാപ്പ ഗൾഫിലാണ്, അല്ലെങ്കിൽ വാപ്പാക്ക് നല്ല ബിസിനസ് ഉണ്ട്, നല്ല കാശുണ്ട്, എനിക്ക് പഠിക്കണമെങ്കിൽ, മൊബൈൽ വാങ്ങണമെങ്കിൽ, വണ്ടി വാങ്ങണമെങ്കിൽ വാപ്പ വേണം. വാപ്പാനെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഉമ്മയും വേണം. അതുകൊണ്ട് നല്ല ഇൻകമുള്ള വാപ്പാനോടും ഉമ്മാനോടും കുട്ടികൾ തട്ടിക്കയറില്ല. ഇനി കയറിയാൽ തന്നെ അപ്പൊ വിവരം അറിഞ്ഞോളൂ. അതുകൊണ്ട് അത് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷെ ആർക്കും വേണ്ടാത്ത കറവ പറ്റിയ പശുക്കളെ പോലെ ജീവിതത്തിന്റെ ഒരു സിംഹഭാഗം അറബ് നാടുകളിൽ കിടന്ന്, അല്ലെങ്കിൽ രാപ്പകരില്ലാതെ നാട്ടിൽ അധ്വാനിച്ചിട്ട് അവര് ഒന്ന് തളരുമ്പോൾ, അവരൊന്ന് ക്ഷീണിക്കുമ്പോൾ, അവരെ തൊലിയൊന്ന് ചുളുങ്ങിപ്പോകുമ്പോൾ, പിന്നെ വേണ്ടാണ്ട് തട്ടിക്കളിക്കുന്ന മക്കളില്ലേ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. എടാ, നിന്നെ പോറ്റിയ, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയും വാപ്പയല്ലേ ഇവരൊക്കെ, അവര് നിന്റെ അടുത്തുണ്ടെങ്കിൽ ഫലാ തകുല്ലഹുമാ ഉഫിൻ, നിന്റെ ഉമ്മാനോടും ഉപ്പാനോടും നീ ഛേ എന്നൊരു വാക്ക് പോലും പറയരുത്. ഉഫിൻ എന്ന് പറഞ്ഞാൽ അറബിയിലെ നമ്മുടെ മലയാളത്തിൽ കിട്ടാവുന്ന അർത്ഥമാണ് ഛേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചെറിയ വാക്ക് പോലും പറയാൻ പാടില്ല, മുഖം കറുപ്പിക്കാൻ പോലും പാടില്ല. ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട് എന്തിനാ ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞത് എന്ന് ഒന്ന് തുറച്ചു നോക്കാൻ പോലും പാടില്ല. ഫലാ തകുല്ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്നൊരു വാക്ക് പോലും മോനെ നീ പറയരുത് ട്ടോ. ആരോട്? മുറ്റത്തേക്ക് മുറുക്കി തുപ്പുന്ന ഉമ്മയോട്. നിന്റെ സോഷ്യൽ മീഡിയ ഒന്നും അവർക്കറിയില്ല, നിന്റെ പുതിയ ജനറേഷനൊന്നും അവർക്ക് പരിചയമില്ല. ഒന്നറിയാം, അവരുടെ ആയുഷ്കാലം മുഴുവനും ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ നിന്നെ പോറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഫലാ തകുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, അവരോട് തട്ടിക്കയറരുത്, കയർത്ത് സംസാരിക്കരുത്. എത്രയോ മക്കളുണ്ടെന്നറിയോ, ഉമ്മാനോടും വാപ്പാരോടും. പിന്നെ അതൊന്നും നമുക്ക് ഉദാഹരണത്തിന് പോലും പറയാൻ കഴിയില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, നമ്മൾ ടി വിയിൽ കണ്ടില്ലേ, അമ്മയെയും സ്വന്തം സഹോദരനെയും കൊന്ന് കുഴിച്ചു മൂടിയത്. പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനായ ഒരു ഭർത്താവാണ് അവന്റെ ഭാര്യയെ ഷാള് കൊണ്ട് കഴുത്ത് ഞെരുക്കി കൊന്നിട്ട് പൊന്നാനി ഹാർബറിന്റെ അടുത്ത്, എൻ്റെ ഒക്കെ നാടിൻ്റെ അടുത്ത് കുഴി ഒഴിച്ച് മണ്ണ് മാന്തിയിട്ട് കുഴിച്ചിട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, 85% എന്ത് ചെയ്യും, പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ സംശയരോഗം വരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാനിത് വായിച്ചതും അറിഞ്ഞതും അവർക്ക് സംശയരോഗമായിരുന്നു. ഇവളോട് വലിയ സംശയം തോന്നി, അത് അവസാനം കൊലപാതകത്തിലെത്തി. എന്തിനെ കൊല്ലണമെന്നറിയോ? ഒരു പത്രം വായിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും ചെയ്യൂല, TV വാർത്ത കേൾക്കുന്നവന് ചെയ്യാൻ കഴിയില്ല. ഇവനിതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, വേറെ എന്തൊക്കെയോ മാന്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതെന്തിനാ ചെയ്യുന്നത്? എത്രയോ സംഭവങ്ങൾ ഭാര്യയും കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് റമദാനിൽ ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിൽ 3 കുട്ടികൾ, ചെറിയ മക്കളോ ഭാര്യയും, നല്ല ഒരു മഴയുള്ള സമയത്ത് രാത്രി 2 മണിക്ക് സമയത്ത് നമുക്കൊരു സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് ആ പൈതലുകളെയും കൊണ്ടുപോയി ഇവരെന്ത് ചെയ്തു? ആ പുഴയിലേക്ക് തള്ളിയിട്ടു.
അവിടെ കിടന്ന് നിലവിളിക്കായി മക്കൾ ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ നിലവിളിക്കുമ്പോ അവര് മരിച്ചു എന്ന് ഉറപ്പ് വരുന്നത് വരെ അവരത് നോക്കി നിന്ന് ആസ്വദിച്ചു എന്ന് നമ്മൾ വായിച്ചതാ പത്രത്തില്. പിന്നീട് അവന്റെ വാർത്തകൾ വന്നു, അവന് ഉത്തരേന്ത്യയിൽ പോയിട്ട് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാനാണെന്ന്. പിറ്റേ ദിവസം മുതൽ അവൻ അഴിയെണ്ണാൻ തുടങ്ങി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, എത്ര പ്രായമുള്ളവരാണെങ്കിലും വാപ്പാനോടും ഉമ്മാനോടും നീ തട്ടിക്കയറരുത്. വാപ്പ എന്തെങ്കിലും പറഞ്ഞ എന്തേ ഉപ്പ നിങ്ങൾ എന്നെ വിളിച്ചോ എന്നേ പറയാവൂ. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പറയല്ലേ. അവരോട് മാന്യമായി സംസാരിക്കണേ, അവരോട് മാന്യമായി സംസാരിക്കണേ. പരിശുദ്ധ ഖുർആൻ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, അല്ലാഹു പറയുന്ന വല്ലാത്തൊരു ഉപമ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, അവർക്ക് നീ വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. ആർക്ക്? ഉമ്മാക്കും ഉപ്പാക്കും. വിനയത്തിന്റെ ചിറകുകൾ. എവിടെയാ മനുഷ്യന് നമുക്ക് ചിറക്? എത്ര മനോഹരമായ ഉപമയാണത്. ഈ തള്ളക്കോഴിയെ കണ്ടിട്ടില്ലേ? തള്ളക്കോഴി കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ പോകുമ്പോ ഏതെങ്കിലും ഒരു പക്ഷിയോ പരുന്തോ മറ്റോ വന്ന് റാഞ്ചാൻ ശ്രമിച്ചാൽ തള്ളക്കോഴികൾ കുഞ്ഞുങ്ങളെ മുഴുവനും അകടിലേക്ക് ചേർത്ത് പിടിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്കൊരു അഹങ്കാരമുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണും. ആ ചിറകിന്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കും ചില കോഴിക്കുഞ്ഞുങ്ങൾ. എന്നെ കിട്ടോ? എന്നെ പിടിക്കാൻ പറ്റോ? എൻ്റെ ഉമ്മയുടെ ചിറകിന്റെ അകിടിന്റെ ഉള്ളിലാണ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ എന്നൊരു നോട്ടമുണ്ട്, തുറിച്ചു നോട്ടം. അങ്ങനെ തോന്നണം ഒരു വാപ്പാക്ക്. പ്രായം ചെന്ന ഉമ്മാക്ക് തോന്നണം, എനിക്ക് എന്തിനും പോകുന്ന 3 ആൺമക്കളുണ്ട്, വേണ്ട ഒരാളുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ മകളുണ്ട്, ഞാനിവിടെ സുരക്ഷിതനാണ്, അവൻ്റെ ഉപ്പയായതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് തോന്നണം. അവൻ്റെ ചിറകിന്റെ കീഴിലാണ് ഞാൻ. അവൻ അധ്വാനിച്ചു വരുന്നത് കൊണ്ട് നിങ്ങളിങ്ങനെ തിന്നിട്ടേ ഒരു സുഖാറ്റ് ഭാഗത്തിരുന്നോ എന്നവൻ പറയില്ല. ഞാൻ അവിടുത്തെ രാജാവാണ്. നിങ്ങൾ വിനയത്തിന്റെ എത്ര നിങ്ങൾ ചിറക് വെച്ച് പറന്നാലും ആ ചിറക് വാപ്പാക്കും ഉമ്മാക്കും താഴ്ത്തി കൊടുക്കണം. അവിടെ മറ്റൊരു വാക്ക് കൂടിയുണ്ട്, മിനർ റഹ്മ. അഭിനയിച്ചാൽ പോരാന്നർത്ഥം, കാരുണ്യത്താലുള്ള വിനയമായിരിക്കണം. വിനയം 2 വിധമുണ്ട്. ചില ആളുകൾ വിനയ അഭിനയിക്കും. എന്തിനാണെന്നറിയോ? ചില പേപ്പറുകളിൽ ഒപ്പിട്ട് കിട്ടാൻ. മൂപ്പര് പോകാറായി, അപ്പൊ വാപ്പാനോട് വല്ലാതെ അങ്ങനെ ചേർന്ന് നിൽക്കും. എന്തിന്? ചില കടലാസുകളിൽ ഒപ്പിട്ട് കിട്ടാൻ. അത് അഭിനയമാണ്, അത് തട്ടിപ്പാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആംബുലൻസിൽ ചീറിപ്പാകുമ്പോ ഈ പോക്കിലെങ്കിലും ഒന്ന് അവസാനിക്കുമല്ലോ എന്ന് കരുതിയ മക്കളുണ്ട് പോൽ. ഇല്ല, പിന്നെയും മൂപ്പർ രക്ഷപ്പെട്ടു വന്നു. അപ്പൊ ഇവന് ഉള്ളിൽ സങ്കടം. അത് അഭിനയമാണ്. എന്നിട്ട് എന്തൊരു വർത്തമാനമാണ് നാട്ടുകാരോടൊക്കെ. ഉള്ളിൽ എന്താ? പടച്ചോൻ അറിയട്ടോ. ഇഷ്ടം കൊണ്ടാണോ കാരുണ്യം കൊണ്ടാണോ? അതല്ല, ഇയാളെ മുതൽ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കേവലം അഭിനയമാണോ? നാട്ടുകാരെ കാണിക്കാനുള്ള അഭിനയമാണോ? അങ്ങനെ കാകാല്ലോ. അതുകൊണ്ട് അല്ല ഈ വാക്ക് കൂടി പറഞ്ഞു, മിനർ റഹ്മ. അഭിനയം പോരാ, ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് ചെയ്യണേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. തീർന്നില്ല, എന്നിട്ട് ദുആ ചെയ്യണം. ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അവർ മരിച്ചതിന് ശേഷമൊന്നുമല്ല, ഇപ്പോഴേ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ നീ കൈകളെ ഉയർത്തുമ്പോ അള്ളാഹിനോട് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പോറ്റിയിട്ടുണ്ട് റബ്ബേ. ഇന്നവർക്ക് വയ്യ, ഇന്നവര് തളർന്നു, നീ അവരോട് കരുണ കാണിക്കണേ എന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ഇന്ന് പ്രാർത്ഥിക്കണം എന്നുകൂടി അള്ളാഹ് പഠിപ്പിച്ചു. അപ്പൊ അവസാനം കയറി വന്ന ആളുകൾ ഈ ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരാ. മക്കൾ അള്ളാഹു തന്ന വലിയൊരു നിധിയാണ്, സമ്മാനമാണ്. ആ മക്കളെ തന്നെ സ്വന്തം കരങ്ങൾ കൊണ്ട് വെട്ടി നുറുക്കേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. ആർക്കും അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കാതിരിക്കട്ടെ. അല്ലേ? എത്രയോ വീടുകളിൽ അങ്ങനെയുണ്ട്. അതുകൊണ്ട്
ആ ഒരു ബാലൻസിങ് കൃത്യമായി കീപ്പ് ചെയ്യണം. ഞാൻ വായിച്ചത് ഓർക്കുന്നു, കോടതിയിൽ ഒരുണ്ടായ സംഭവമാണ്. കോടതിയിൽ ഒരു ചെറുപ്പക്കാരനെ, ക്രൂരനായ കൊടും കുറ്റവാളിയായ ഒരു ചെറുപ്പക്കാരനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. വിധി പറയുന്നതിന് മുമ്പ് ജഡ്ജി ചോദിച്ചു, അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉണ്ട്, ആഗ്രഹമുണ്ട്. പറഞ്ഞോളൂ, സാധിപ്പിക്കാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് ആ നിൽക്കുന്ന തള്ളയെ ഒന്ന് തല്ലണം. ആ തള്ളയാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. എന്റെ വടിവിട്ട പോക്ക് ചെറുപ്പം മുതൽ കണ്ടിട്ട് ആ തള്ള ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന എത്രയോ മക്കളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ, ഇത് ദുനിയാവിലെ അവസ്ഥയാണെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് പിടിക്കും. എൻ്റെ വാപ്പ എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് അദബ് നൽകിയിട്ടില്ല, എനിക്ക് നല്ല പേര് തന്നിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് ആർക്കും വന്നുകൂടാ, നമ്മുടെ വീടുകളിൽ വന്നുകൂടാ. അതുകൊണ്ട് എല്ലാവരും, ഞാൻ വളരെ വളരെ സ്നേഹത്തോടു കൂടി പറയാ, നമ്മുടെ ആരുടെ വീട്ടിലും സ്വാഭാവികമായ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ ഒരു സൗന്ദര്യപ്പണക്കം പോലെ എല്ലാ വീട്ടിലും ഉണ്ടാകും, അത് ഉണ്ടാകുകയും വേണം. അതിനപ്പുറമുള്ളത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി, കരുതലോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് പെരുന്നാൾ അടുത്തെത്തി, ഇനിയൊരു മാസമില്ല. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കണം എന്നതുകൊണ്ട് മാത്രം തൽക്കാലം ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ വീടുകളിൽ അല്ലാഹു തആല സന്തോഷവും സമാധാനം ഉണ്ടാക്കി തരുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ ഏത് നിലക്കാണോ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, മക്കളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഇണകളിൽ നിന്നോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് അവസരം ഉണ്ടാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, സന്തോഷം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാതാപിതാക്കൾ ആരെങ്കിലും ശ്രദ്ധയില്ലാത്തവരും മറ്റുമുണ്ടെങ്കിൽ അള്ളാഹുവെ, അവർക്ക് നല്ല സൽബുദ്ധി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മക്കൾ വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദിശാബോധം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.